ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടുകളും സമീപനങ്ങളും വിശകലനം ചെയ്യുന്ന മീഡിയ വാച്ച്ഡോഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ റയീസ് TK. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തെ തകർത്ത് NDA അധികാരത്തിൽ വന്നതും അതേ തുടർന്നുള്ള ചില വിവാദങ്ങളുമാണ് ഈ ആഴ്ചയിൽ ദേശീയ തലത്തിലെ പ്രധാന വാർത്ത. ആകെയുള്ള 288 സീറ്റിൽ 234 സീറ്റും NDA സഖ്യമായ മഹായുതി നേടി. 50 സീറ്റുകൾ മാത്രമാണ് ഇന്ത്യ സഖ്യമായ മഹാവികാസ് അഘാഡി നേടിയത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത ദിവസം ഓൺലൈൻ ന്യൂസ് പോർട്ടലായ ദി വയർ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. മഹാരാഷ്ട്രയിൽ പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ വലിയ വ്യത്യാസം വന്നതായാണ് വാർത്ത. പോൾ ചെയ്ത വോട്ടുകളേക്കാൾ 33,912 കൂടുതലാണ് എണ്ണിയ ആകെ വോട്ടുകൾ എന്നതാണ് റിപ്പോർട്ട്. മലയാള പത്രങ്ങൾ ഈ വാർത്തയെ എങ്ങനെ സമീപിച്ചെന്ന് നോക്കാം. ആദ്യം മാധ്യമം ദിനപത്രം. മഹാരാഷ്ട്രയിൽ 95 മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ അന്തരം എന്ന തലക്കെട്ടോടെ 7-ാം പേജിലാണ് മാധ്യമം ഈ വാർത്ത നൽകിയത്. ദി വയർ റിപ്പോർട്ടിനെ അധികരിച്ച് കൃത്യമായ കണക്കുകൾ നൽകിക്കൊണ്ടാണ് മാധ്യമം ഈ വാർത്ത നൽകിയിട്ടുള്ളത്. പോൾ ചെയ്ത വോട്ടുകൾ 6,46,26,420 ആണെന്നും എണ്ണിയ വോട്ടുകൾ 6,45,92,508 ആണെന്നുമുള്ള കണക്കുകൾ കാണിച്ചാണ് മാധ്യമം ഈ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. തുടർന്ന് 95-ൽ 19 മണ്ഡലങ്ങളിൽ എണ്ണിയ വോട്ടുകൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതലായപ്പോൾ 17 മണ്ഡലങ്ങളിൽ എണ്ണിയ വോട്ടുകൾ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കുറവാണ് എന്നും മാധ്യമം പറയുന്നു. കൂടെ സമഗ്ര അന്വേഷണം വേണമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തെയും വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സുപ്രഭാതം ദിനപത്രത്തിലേക്ക് വരുമ്പോൾ മഹാപൊരുത്തക്കേട് എന്ന തലക്കെട്ടിൽ 1-ാം പേജിൽ ലീഡായിട്ടാണ് ഈ വാർത്ത സുപ്രഭാതം നൽകിയത്. പോൾ ചെയ്ത വോട്ടുകൾ, എണ്ണിയ വോട്ടുകൾ, അധികം വന്ന വോട്ടുകൾ എന്ന കണക്കുകൾ സ്ട്രാപ്പ് ലൈനായി നൽകിയാണ് വാർത്ത കൊടുത്തിട്ടുള്ളത്. വലിയ പ്രാധാന്യത്തോടെ തന്നെ സുപ്രഭാതം ഈ വാർത്ത നൽകിയിട്ടുണ്ട്. എന്നാൽ വാർത്തയിൽ കൊടുത്ത അധിക വോട്ടുകളുടെ എണ്ണത്തിൽ സുപ്രഭാതം ദിനപത്രത്തിന് ചെറിയൊരു പിഴവ് സംഭവിച്ചു. ഇത് വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത ദി വയറിന് തന്നെ സംഭവിച്ച ഒരു പിഴവാണ്. പോസ്റ്റൽ വോട്ടുകളുടെ കണക്കുകൾ രേഖപ്പെടുത്തുന്നതിലാണ് പിഴവ് വന്നത്. 5,04,313 അധിക വോട്ടുകൾ എന്നതിന് പകരം 33,912 എന്ന കണക്കായിരുന്നു ചേർക്കേണ്ടത്. മാധ്യമം ദിനപത്രം ഈ പിഴവ് പരിഹരിച്ചാണ് വാർത്ത നൽകിയത്. എന്നാൽ സുപ്രഭാതം ആ പിഴവ് ആവർത്തിച്ചു. വോട്ടിൽ പൊരുത്തക്കേട്, വാർത്ത തള്ളി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന തലക്കെട്ടോടുകൂടി ഒരു വാർത്തയും മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗുരുതര വീഴ്ച വരുത്തിയെന്ന കോൺഗ്രസ് വാദത്തെയും തുടർ ദിവസങ്ങളിൽ സുപ്രഭാതം വാർത്തയായി നൽകിയിട്ടുണ്ട്. ഇനി മാതൃഭൂമി ദിനപത്രത്തിലേക്ക് വരുമ്പോൾ തീരെ പ്രാധാന്യം നൽകാതെയാണ് മാതൃഭൂമി ഈ വാർത്ത കൈകാര്യം ചെയ്തത്. നവംബർ 25-ന് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാനാകാത്തത് എന്ന രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയാണ് മാതൃഭൂമി ഈ വിഷയത്തിൽ നൽകിയ ഏക വാർത്ത. ഇനി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഇതേ പ്രസ്താവന 2 ദിവസം കഴിഞ്ഞാണ് മലയാള മനോരമ പ്രസിദ്ധീകരിച്ചത്. ഇതുമാത്രമാണ് മലയാള മനോരമയിൽ വന്ന ഈ വിഷയത്തിലെ ഏക വാർത്ത. ഏറെ ഗൗരവം നിറഞ്ഞ ഈ വാർത്തയെ മലയാള പത്രങ്ങൾ നിരാകരിച്ചു എന്നാണ് മീഡിയ വാച്ച്ഡോഗിന്റെ അഭിപ്രായം. ചില പത്രങ്ങൾ മാത്രമാണ് വിഷയ ഗൗരവം ഉൾക്കൊണ്ട് വാർത്ത നൽകിയത്. പ്രമുഖ പത്രങ്ങൾ തീരെ പ്രാധാന്യം നൽകാതെയും മറ്റു ചില പത്രങ്ങൾ പാടെ ഉപേക്ഷിച്ച രീതിയിലുമാണ് ഈ വാർത്തയെ സമീപിച്ചതെന്നാണ് മീഡിയ വാച്ച്ഡോഗിന്റെ നിരീക്ഷണം. ഇനി സംസ്ഥാന തലത്തിൽ ചർച്ചയായ ഒരു വാർത്ത നോക്കാം. സംസ്ഥാനത്തെ ഏറെ ദുഃഖത്തിലാക്കിയ ഒരു വാർത്തയായിരുന്നു തൃശൂർ ജില്ലയിലെ നാട്ടികയിലുണ്ടായ ലോറി അപകടം. മദ്യലഹരിയിൽ ലോറി ഓടിച്ച് ഗതാഗതം തടഞ്ഞ റോട്ടിലേക്ക് കയറുകയും വഴിയോരത്ത് ഉറങ്ങിക്കിടന്ന 5 പേരുടെ ജീവനെടുക്കുകയും ചെയ്ത വാർത്ത ഏറെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. മലയാള പത്രങ്ങൾ ഈ വാർത്തയെ എങ്ങനെ സമീപിച്ചെന്ന് നോക്കാം. ആദ്യം മാതൃഭൂമി ദിനപത്രം. മദ്യലഹരിയിൽ ലക്കില്ലാതെ ഡ്രൈവിംഗ്, ചതച്ചരച്ച് 5 ജീവൻ എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ വാർത്ത നൽകിയത്. അപകടം നടന്ന രീതിയെ സൈഡ് സ്റ്റോറിയാക്കി നൽകിയിട്ടുണ്ട് മാതൃഭൂമി. തൃശൂർ എഡിഷൻ പത്രത്തിന്റെ ഉൾപേജിൽ
ഉള്ളലഞ്ഞു എന്ന തലക്കെട്ടിൽ വിശദമായ വാർത്തയും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മരിച്ചവരുടെ എല്ലാം വാർത്തകൾ നൽകിയതിന്റെ കൂടെ ക്ലീനറായ വ്യക്തി ലൈസൻസ് ഇല്ലാതെ 172 കിലോമീറ്റർ മദ്യപിച്ച് വാഹനമോടിച്ചതും വാർത്തയായി നൽകുന്നുണ്ട് മാതൃഭൂമി. ഈ യാത്രയിൽ ഒരു തവണ പോലും പോലീസ് പരിശോധന നേരിടേണ്ടി വന്നില്ല എന്നതും വാർത്തയിൽ എടുത്തു പറയുന്നുണ്ട്. ഈ വാർത്തയോട് ചേർന്ന് മരണത്തിന്റെ നിഴലിൽ ഉറങ്ങുന്നവരെ എന്ന തലക്കെട്ടിൽ തെരുവോരങ്ങളിൽ കിടന്ന് ഉറങ്ങുന്നവരുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. തെരുവുകളിൽ ജീവിക്കുന്നവർക്കായി പല പദ്ധതികളും ഉണ്ടെങ്കിലും ഇവയൊന്നും നടപ്പിലാകുന്നില്ല എന്ന കാര്യവും വാർത്തയിൽ എടുത്തു പറയുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖപ്രസംഗവും മാതൃഭൂമി എഴുതി. ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവർ ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം ഇങ്ങനെ അലമുറയിട്ടിട്ട് എന്ത് കാര്യമെന്ന ചോദ്യമാണ് മാതൃഭൂമി ദിനപത്രം മുഖപ്രസംഗത്തിലൂടെ ഉന്നയിക്കുന്നത്. അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. കൂടെ വഴിയോരങ്ങളിൽ ജീവിക്കുന്നവരെ കുറിച്ച് ഒരു സ്റ്റോറിയും മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു. ഇനി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ കൂട്ടക്കുരുതി എന്ന തലക്കെട്ടിൽ 1-ാം പേജിലാണ് ഈ വാർത്ത നൽകിയിട്ടുള്ളത്. അപകടം നടന്നതിന്റെ ഒരു ഗ്രാഫിക്സും മനോരമ നൽകിയിട്ടുണ്ട്. ഉൾപേജിൽ സെൻട്രൽ സ്പ്രെഡായി വിശദമായ വാർത്ത മലയാള മനോരമ നൽകി. കൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കിടന്നുറങ്ങുന്നവരുടെ മേൽ വാഹനം കയറി മരണപ്പെട്ടതിന്റെ വിവരങ്ങളും സൈഡ് സ്റ്റോറിയായി നൽകിയിട്ടുണ്ട് മലയാള മനോരമ. റോഡിലുണ്ടായത് ലഹരിക്കൊല എന്ന തലക്കെട്ടിൽ മുഖപ്രസംഗവും എഴുതിയിട്ടുണ്ട് മനോരമ. അടുത്ത ദിവസം നാട്ടികയിൽ അപകടമുണ്ടായ സ്ഥലത്ത് സിഗ്നൽ സ്ഥാപിച്ചതിനെ കുറിച്ച് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ എന്ന തലക്കെട്ടിൽ ഒരു ഫോളോ അപ്പ് വാർത്തയും മനോരമ നൽകിയിട്ടുണ്ട്. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ഉറങ്ങിക്കിടക്കുന്നവർക്ക് ഇടയിലേക്ക് ലോറി പാഞ്ഞു കയറി. നാട്ടികയിൽ 5 നാടോടികൾക്ക് ദാരുണാന്ത്യം എന്ന തലക്കെട്ടിൽ 1-ാം പേജിലാണ് വാർത്ത നൽകിയത്. സങ്കടക്കടൽ എന്ന പേരിൽ ഉൾപേജ് വാർത്തയും ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. ഇനി മാധ്യമം ദിനപത്രത്തിലേക്ക് വരുമ്പോൾ മാധ്യമം പത്രവും മുഖപ്രസംഗം എഴുതിക്കൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയിൽ ആ ദിവസം 1-ാം പേജിൽ വാർത്ത വന്നെങ്കിലും പ്രധാന വാർത്ത ആയിരുന്നില്ല. അടുത്ത ദിവസം വാഹന പരിശോധനയിൽ ഉപേക്ഷ അരുത് എന്ന തലക്കെട്ടിൽ മുഖപ്രസംഗവും കേരള കൗമുദി എഴുതുന്നുണ്ട്. പൊതുവെ മലയാള പത്രങ്ങളെല്ലാം ഈ വാർത്തയെ വിശദമായി തന്നെ സമീപിച്ചെന്നാണ് മീഡിയ വാച്ച് ഡോഗ് മനസ്സിലാക്കുന്നത്. എന്നാലും മലയാള മനോരമ, മാതൃഭൂമി എന്നീ പത്രങ്ങൾ സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ വാർത്തകൾ നൽകുന്നതിനപ്പുറം അനുബന്ധ വിഷയങ്ങളിലെ വാർത്തകളും നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. അടുത്തതായി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായ മറ്റൊരു വാർത്ത നോക്കാം. ലെബനാനിലെ അക്രമം അവസാനിപ്പിക്കാൻ ഹിസ്ബുള്ളയുമായുള്ള ഇസ്രായേലിന്റെ വെടിനിർത്തൽ കരാറാണ് വാർത്ത. മലയാള മാധ്യമങ്ങൾ എങ്ങനെ ഈ വാർത്തയെ സമീപിച്ചെന്ന് നോക്കാം. ആദ്യം മാധ്യമം ദിനപത്രം. വെടിനിർത്തൽ കരാർ ദിവസങ്ങൾക്കകം ഉണ്ടായേക്കാം എന്ന വാർത്ത മുതൽ ഇതുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പ് വാർത്തകൾ മാധ്യമം നൽകി വരുന്നുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ടും വാർത്തയുടെ കൂടെ നൽകിയിട്ടുണ്ട്. അടുത്ത ദിവസം വെടിനിർത്തൽ ഇസ്രായേൽ അംഗീകരിച്ചപ്പോഴും ചർച്ചയ്ക്കിടെ 36 പേരെ ഇസ്രായേൽ കൊന്നതും മാധ്യമം വാർത്തയാക്കി നൽകി. അടുത്ത ദിവസം വെടിനിർത്തൽ പ്രാബല്യത്തിൽ എന്ന തലക്കെട്ടിൽ 1-ാം പേജിൽ വാർത്ത പ്രസിദ്ധീകരിച്ചു. ഉൾപേജിൽ അവർ മടങ്ങിയെത്തുന്നു, ചാരമാക്കപ്പെട്ട സ്വപ്നങ്ങളിലേക്ക് എന്ന തലക്കെട്ടിൽ ഒരു വാർത്തയും നൽകുന്നുണ്ട് മാധ്യമം ദിനപത്രം. ബെയ്റൂത്ത് നഗരത്തിലൂടെ മടങ്ങി വരുന്നവരുടെ ചിത്രത്തോടെ നൽകിയ വാർത്ത നിലവിലെ അവസ്ഥയെ കൃത്യമായി കാണിക്കുന്നുണ്ട്. അടുത്ത ദിവസം വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേൽ ലെബനാനിൽ വ്യോമാക്രമണം നടത്തിയതും മാധ്യമം വാർത്തയാക്കുന്നുണ്ട്. ഇനി ദേശാഭിമാനി ദിനപത്രത്തിലേക്ക് വരുമ്പോൾ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് മുമ്പുള്ള ചർച്ചകളും ശേഷമുള്ള തുടർ വാർത്തകളും ദേശാഭിമാനി കൃത്യമായി നൽകുന്നുണ്ട്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് ഒരു ദിവസം കഴിഞ്ഞ് ഇസ്രായേൽ നടത്തിയ അക്രമത്തെയും ദേശാഭിമാനി വാർത്തയാക്കുന്നുണ്ട്. ഇനി മാതൃഭൂമി ദിനപത്രത്തിലേക്ക് വരുമ്പോൾ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ സമ്മതിച്ചു എന്ന വാർത്തയും അടുത്ത ദിവസം വെടിനിർത്തൽ പ്രാബല്യത്തിൽ എന്ന ഒറ്റക്കോളം വാർത്തയുമാണ് മാതൃഭൂമി നൽകിയത്. തൊട്ടടുത്ത ദിവസം ഇസ്രായേൽ നടത്തിയ അക്രമത്തെക്കുറിച്ചും വാർത്ത നൽകുന്നുണ്ട് മാതൃഭൂമി ദിനപത്രം. ഇനി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ 1-ാം പേജിൽ തന്നെ ഇസ്രായേൽ ലെബനാൻ വെടിനിർത്തലിലേക്ക് എന്ന തലക്കെട്ടിൽ ഇതിന്റെ ആദ്യ വാർത്ത നൽകുന്നുണ്ട് മനോരമ ദിനപത്രം. അടുത്ത ദിവസം വെടിനിർത്തൽ തീരുമാനമായതും പ്രാബല്യത്തിൽ വന്നതും സംബന്ധിച്ച വാർത്തകൾ നൽകി. എന്നാൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് ഒരു ദിവസം കഴിഞ്ഞ് ഇസ്രായേൽ നടത്തിയ അക്രമത്തെക്കുറിച്ച് മലയാള മനോരമയിൽ ഒരു വാർത്തയും നൽകിയിട്ടില്ല. വെടിനിർത്തൽ സംബന്ധിച്ച വാർത്ത എല്ലാ പത്രങ്ങളും കൃത്യമായി തന്നെ നൽകിയെങ്കിലും ഇസ്രായേൽ അതിനുശേഷം നടത്തിയ വ്യോമാക്രമണത്തെ സംബന്ധിച്ച വാർത്തകൾ അത്ര പ്രാധാന്യത്തോടെ നൽകിയില്ല എന്നതാണ് മീഡിയ വാച്ച് ഡോഗിന്റെ അഭിപ്രായം. മലയാള മനോരമ ഈ വാർത്ത വിട്ടുപോയതായും കാണുന്നു. അടുത്തതായി ഈ ആഴ്ചയിലെ മികച്ച മുഖപ്രസംഗം തിരഞ്ഞെടുക്കുകയാണ് മീഡിയ വാച്ച് ഡോഗ്.
നവംബർ 25-ന് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച കടമ മറക്കുന്ന വികസിത ചേരി എന്ന മുഖപ്രസംഗമാണ് ഈ ആഴ്ചയിലെ മികച്ച മുഖപ്രസംഗമായി തിരഞ്ഞെടുക്കുന്നത്. അസർബൈജാനിലെ ബാക്കുവിൽ നടന്ന 29ാം കാലാവസ്ഥ ഉച്ചകോടിയാണ് വിഷയം. ഉച്ചകോടി സമാപിച്ചതിന് പിന്നാലെയാണ് ഈ മുഖപ്രസംഗം എഴുതുന്നത്. കാലാവസ്ഥാ മാറ്റത്തിന്റെ വെല്ലുവിളികൾ നേരിടാൻ ദരിദ്ര വികസ്വര രാജ്യങ്ങളെ സഹായിക്കാനുള്ള ധാർമ്മിക ബാധ്യത വികസിത രാജ്യങ്ങൾക്കുണ്ട്. ആ ബോധ്യത്തിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞുമാറാനുള്ള തിടുക്കമാണ് അവർ ഉച്ചകോടിയിൽ പ്രദർശിപ്പിച്ചതെന്ന കാര്യം എടുത്തു പറയുന്നുണ്ട് മുഖപ്രസംഗം. ഇപ്പോഴത്തെ സൂചന അനുസരിച്ച് 2024 ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമാകുമെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. കാർബൺ ബഹിർഗമനം വലിയ തോതിൽ വെട്ടിച്ചുരുക്കാൻ പല രാജ്യങ്ങളും ഇനിയും വേണ്ടത്ര സന്നദ്ധമായിട്ടില്ല എന്നതാണ് വസ്തുത. ലോകത്തെ സമ്പന്ന രാജ്യങ്ങൾ ഏറെ കാലം മുമ്പേ വികസന കുതിപ്പ് തുടങ്ങിയവരാകയാൽ ആഗോളതാപനത്തിന്റെ ചരിത്രപരമായ ഉത്തരവാദിത്തം അവർക്കാണ് എന്ന് എടുത്തു പറയുന്നുണ്ട് മുഖപ്രസംഗം. ആഗോളതാപനം നിയന്ത്രണ വിധേയമാക്കാനും സുസ്ഥിര വികസനം സാധ്യമാക്കാനുമുള്ള യത്നങ്ങളോടുള്ള നിഷേധാത്മക നിലപാട് വികസിത ചേരി വെടിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത്. 29ാം കാലാവസ്ഥ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പൊതുവെ മലയാള പത്രങ്ങളിൽ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമുള്ള ഈ വിഷയത്തിൽ വന്ന മുഖപ്രസംഗം കാലാവസ്ഥ ഉച്ചകോടിക്ക് അർഹമായ പരിഗണന നൽകിയതായി മീഡിയ വാച്ച്ഡോഗ് വിലയിരുത്തുന്നു. അടുത്ത ആഴ്ച മറ്റു വാർത്തകളിൽ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടുകളും സമീപനങ്ങളും വിശകലനം ചെയ്യാം. നന്ദി.